ഒരു ദിവസം ശരാശരി 3000 ഗാലൻ വായുവാണ് മനുഷ്യൻ ശ്വസിക്കുന്നത്. ഇതിൽ എത്രത്തോളം വായു ശുദ്ധമാണ്? പൊടിപടലങ്ങൾ നിറഞ്ഞ വായു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കത് തിരിച്ചറിയാനാകും. പക്ഷെ വായുവിൽ തങ്ങി നിൽക്കുന്ന വളരെ ചെറുതും ഖരവും ദ്രാവകവുമായ കണങ്ങളാൽ നിർമ്മിതമായ കണികാദ്രവ്യങ്ങൾ അഥവാ PM 2.5 അങ്ങനെയല്ല. നമ്മുടെ മുടിയേക്കാൾ 25 മുതൽ 100 മടങ്ങ് വരെ കനം കുറഞ്ഞ ആ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷേ PM 2.5 കണികാദ്രവ്യവുമായി സമ്പർക്കം പുലർത്തുന്നത് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഒരു പുതിയ പഠനം വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രമുഖ മെഡിക്കൽ ജേണലായ ലാൻസെറ്റിന്റെ ഒരു പഠനമാണ് ഇക്കാര്യം പുറത്തുകൊണ്ടുവന്നത്. കൊലയാളി എന്നാണ് PM 2.5 മലിനീകരണം വിളിക്കപ്പെടുന്നത്. എണ്ണ, ഡീസൽ, ബയോമാസ്, ഗ്യാസോലിൻ ജ്വലനം എന്നിവയിൽ നിന്നാണ് ഈ സൂക്ഷ്മ മലിനീകരണം പുറന്തള്ളുന്നത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന മലിനീകരണ വായുവുമായി ജനങ്ങൾ ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നതുകൊണ്ടുതന്നെ ഈ പഠനത്തിന് നമ്മുടെ നാട്ടിൽ വലിയ പ്രസക്തിയുണ്ട്. കാരണം PM 2.5 മലിനീകരണവുമായി കുറച്ചു സമയം സമ്പർക്കമുണ്ടാകുന്നതുപോലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും. അതേസമയം ദീർഘനേരമുണ്ടാകുന്ന സമ്പർക്കം ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത 20% വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കിയതായി പഠനം കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കുള്ള പാത കൂടിയാണ് എന്ന് പഠനം പറയുന്നു. പുറംജോലി ചെയ്യുന്ന ആളുകളിൽ പ്രത്യേകിച്ച് വായുമലിനീകരണവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം കൂടുതലാണ്. മാത്രമല്ല, പ്രമേഹമുള്ളവരിലും അല്ലാത്തവരിലും PM 2.5 വിട്ടുമാറാത്ത വൃക്കരോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനും തെളിവുകളുണ്ട്. ഇന്ന് ഏകദേശം 537 ദശലക്ഷം പേർ ടൈപ്പ് 2 പ്രമേഹം അനുഭവിക്കുന്നവരാണ്. എന്നാൽ അവരിൽ പകുതി പേർക്കും തങ്ങൾ പ്രമേഹ രോഗിയാണ് എന്നതറിയില്ല. അതേസമയം ഇന്ത്യയിൽ 18 വയസ്സിന് മുകളിലുള്ള 77 ദശലക്ഷം ആളുകൾ പ്രമേഹ ബാധിതരാണെന്നും ഏകദേശം 25 ദശലക്ഷം പേർക്ക് ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും കണക്കാക്കപ്പെടുന്നു. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും മോശം വായു നിലവാരമുള്ള തലസ്ഥാന നഗരം ഡൽഹിയാണ്. 2018 മുതൽ തന്നെ ഡൽഹി ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി 4 തവണയാണ് റാങ്ക് ചെയ്തിട്ടുള്ളത്. അതേസമയം PM 2.5-നുള്ള ഭാരക്കുറവ് തന്നെയാണ് ഇവയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഇത് ദീർഘനേരം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ 2.5-വുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് രക്തക്കുഴലുകളിൽ വീക്കമുണ്ടാക്കുകയും ധമനികളെ സാരമായി ബാധിക്കുന്നതിനും ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിലും മരണനിരക്കിലും PM 2.5-ന്റെ സ്വാധീനത്തെക്കുറിച്ച് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു.